നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഇനി ഈ 2 സർഗങ്ങൾ കൂടി ബാലകാണ്ഡം അവസാനിക്കുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി ഷഡ്സപ്തതിതമ സർഗ 76-ാം സർഗം. പരശുരാമ ഗർഭഭംഗം. പരശുരാമൻ്റെ ഗർഭത്തെ ഭംഗപ്പെടുത്തുന്നത്. തച്ഛ്രുത്വാ ജാമദഗ്നസ്യ വാക്യം ദാശരഥിസ്തദാ ഗൗരവാദ്യന്ത്രിതകഥ പിതു രാമമഥാബ്രവീദ. ശ്രുതവാനസ്മി യത്കർമ്മ കൃതവാനസി ഭാർഗവ അനുരുദ്ധ്യാമഹേ ബ്രഹ്മൻ പിതുരാനൃണ്യമാസ്ഥിത. വീര്യഹീനമിവാശക്തം ക്ഷത്രധർമ്മേണ ഭാർഗവ അവജാനാസി മാം രാമ പശ്യ മേ അദ്യ പരാക്രമം. ഇത്യുക്ത്വാ രാഘവ ക്രുദ്ധോ ഭാർഗവസ്യ വരായുധം ശരം വ പ്രതിജഗ്രാഹ ഹസ്താൽ ലഘുഃ പരാക്രമഃ. ശ്രീരാമൻ പരശുരാമൻ്റെ ആ വാക്യത്തെ കേട്ട് ആ സമയം പിതാവിനെ കുറിച്ചുള്ള ബഹുമാനത്താൽ വണക്കം പൂണ്ടുര ചെയ്യുന്നവനായി പരശുരാമനോടായി ഇപ്രകാരം അരുൾ ചെയ്തു. ഭൃഗുകുലജാതനായ ഹേ ബ്രാഹ്മണോത്തമ, പിതാവിൻ്റെ കടം വീട്ടുന്നത് കയ്യേറ്റവനായി യാതൊരു പ്രവൃത്തി ഭവാൻ ചെയ്തുവോ അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുത്തെ കൽപ്പന പോലെ തന്നെ ചെയ്യാം. ഭൃഗുവംശജനായ ഹേ രാമ, എന്നെ പൗരുഷമില്ലാത്തവനെന്നും ക്ഷത്രിയ ധർമ്മപ്രകാരം നടപ്പാൻ അശക്തനെന്നും അങ്ങ് അവഗണിക്കുന്നു. ഇതാ എൻ്റെ വീര്യത്തെ കണ്ടുകൊള്ളുക. ശ്രീരാഘവൻ ഇപ്രകാരം അരുളി ചെയ്ത് കോപം ഉൾക്കൊണ്ടവനായി നിഷ്പ്രയാസം ഭാർഗവരാമൻ്റെ പക്കൽ നിന്ന് ആ ഉത്തമമായ ആയുധത്തെയും ശരത്തെയും കൈപ്പറ്റി. ആരോപ്യ തദ്ധനൂ രാമഃ ശരം സജ്ജം ചകാരഃ ജാമദഗ്ന്യം തതോ രാമം രാമ ക്രുദ്ധോ അബ്രവീദ്വചഃ. ബ്രാഹ്മണോऽസീതി പൂജ്യോ മേ വിശ്വാമിത്രകൃതേന ച. വിശ്വാമിത്രഃ പൂജനീയസ്തദീയസ്ത്വം ദ്വിജോത്തമ. തസ്മാച്ഛക്തോ ന തേ രാമ മോക്തും പ്രാണഹരം ശരം. ഇമാം വാ ത്വദ്ഗതിം രാമ തപോബലസമാർജിതാം ലോകാനപ്രതിമാൻ വാ തേ ഹനിഷ്യാമി യദിച്ഛസി. ന ഹ്യയം വൈഷ്ണവോ ദിവ്യ ശര പരപുരഞ്ജയ. മോഘം പതതി വീര്യേണ ബലദർപ്പവിനാശനഃ. ഇതി ബ്രുവതി കാകുസ്തേ ഭാർഗവം പ്രതിരോഷിതേ. വരായുധധരം രാമം ദൃഷ്ടും സർഷിഗണാസുരാ. പിതാമഹം പുരസ്കൃത്യ സമേതാസ്തത്ര സംഘശഃ. ഗന്ധർവാപ്സരസച്ചൈവ സിദ്ധചാരണകിന്നരാः യക്ഷരാക്ഷസനാഗാശ്ച തദ്ദൃഷ്ടും മഹദദ്ഭുതം. ജഡീകൃതേ തദാ ലോകേ രാമേ വരധനുർധരേ. നിർവീര്യോ ജാമദഗ്ന്യോ അസൗ രാമോ രാമമുദൈക്ഷത. ശ്രീരാമൻ വില്ലുകുലച്ച് അമ്പു തൊടുത്തു. കണ്ടാലും അതിൽ പിന്നെ ശ്രീരാമൻ ചൊടിച്ച പരശുരാമനോടായി ഇപ്രകാരം വാക്ക് അരുളി ചെയ്തു. ബ്രാഹ്മണോത്തമനായ ഹേ പരശുരാമ, വിശ്വാമിത്ര മഹർഷിയാകട്ടെ എനിക്ക് ഏറ്റവും വന്ദനീയൻ. അങ്ങ് വിശ്വാമിത്ര മഹർഷിക്ക് അടുത്ത ബന്ധുവായവനായും അതിനാൽ അദ്ദേഹത്തെ ചേർന്നവനായും ബ്രാഹ്മണനായും ഇരിക്കുന്നു എന്ന കാരണത്താൽ എന്നാൽ വന്ദിക്കപ്പെടേണ്ടവനാകുന്നു. അതിനാൽ അങ്ങയുടെ പ്രാണനെ ഹരിക്കുന്നതായ ശരത്തെ വിടുവാൻ ഞാൻ തുനിയുന്നില്ല. ഹേ ഭാർഗവരാമ, അങ്ങയുടെ തപോവൈഭവത്താൽ സമ്പാദിക്കപ്പെട്ടതായ ഈ അങ്ങയുടെ സ്വതന്ത്രഗതിയെയോ അല്ല അങ്ങ് ചെയ്ത പുണ്യഫലമായുള്ള നിസ്തുല്യങ്ങളായ സ്വർഗാദി ലോകങ്ങളെയോ ഏതിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നുവോ അതിനെ ലാക്കായി ഞാൻ ചെയ്യാം. ഈ ശരം വിഷ്ണുവിന് ചേർന്നത്, ദൈവസംബന്ധമായത്, ശക്തി അഹങ്കാരം ഇവയെ നശിപ്പിക്കുന്നത്, ഉത്കൃഷ്ടമായ ജയത്തെ നൽകുന്നത്. അതിനാൽ അതിൻ്റെ വൈഭവത്താൽ നിഷ്ഫലമായി വീണു പോകയില്ല.
പരശുരാമനെ നോക്കി കോപമാർത്തവനായ കാകുസ്ഥൻ ഇങ്ങനെ അരുൾ ചെയ്താറെ: ബ്രഹ്മാവിനെ മുൻനിർത്തിക്കൊണ്ട് ഋഷിഗണങ്ങളോട് കൂടിയ ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും സിദ്ധന്മാരും ചാരണന്മാരും കിന്നരന്മാരും യക്ഷന്മാരും രാക്ഷസന്മാരും നാഗങ്ങളും ആ മഹത്തായ അത്ഭുതത്തെ കാണുവാനായും കുലച്ചവണ്ണം തന്നെ ആ ശ്രേഷ്ഠമായ ആയുധത്തെ പിടിച്ചു നിന്നിരുന്ന ശ്രീരാമനെ കാണുവാനായും കൂട്ടം കൂട്ടമായി അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ശ്രീരാമൻ ഉത്തമധനുസിൽ ഞാണേറ്റി നിൽക്കുമ്പോൾ ലോകം സ്തംഭിച്ച് അനങ്ങാതെ നിൽക്കും സമയം ഈ ജമദഗ്നിസുതനായ പരശുരാമൻ തേജസ്സറ്റവനായി ശ്രീരാമനെ ഉറ്റുനോക്കി. തേജോ അഭിഹതവീര്യത്വാ ജാമദഗ്നോ ജഡീകൃതഃ രാമം കമലപത്രാക്ഷം മന്ദം മന്ദമുവാചഃ: ത്രാഹി ത്രാഹി മഹാബാഹോ ശൃണു രാമവചോ മമ രാജസൂയേ കൃതേ പൂർവം യജ്ഞേ ദശരഥാത്മജ കശ്യപായ മയാ ദത്താ യഥാ പൂർവം വസുന്ധരാ വിഷയേ മേ നമസ്തവ്യമിതി മാം കശ്യപോ അബ്രവീത്. സോഹം ഗുരുവച കുർവൻ പൃഥിവ്യാം നവസേ നിശാം കൃതാ പ്രതിജ്ഞാ കാകുസ്ഥ കൃതാ ഭൂ കശ്യപസ്യഃ തദിമാം മദ്ഗതിം വീര ഹന്തും നാർഹസി രാഘവ മനോജവം ഗമിഷ്യാമി മഹേന്ദ്രം പർവതോത്തമം ലോകാസ്ത്വപ്രതിമാ രാമ നിർജിതാസ്തപസാ മയാ ജഹിതാൻ ശരമുഖ്യേന മാ ഭൂത്കാലവിപര്യയ അക്ഷയം മധുഹന്താരം ജാനാമി ത്വാം സുരോത്തമം ധനുഷോऽസ്യ പരാമർശാ സ്വസ്തിതേയസ്തു പരം തപ ഏതേ സുരഗണാ സർവേ നിരീക്ഷന്തേ സമാഗതാഃ ത്വാമപ്രതിമകർമാണമപ്രതിദ്വന്ദ്വമാഹവേ. പരശുരാമൻ ശ്രീരാമന്റെ തേജസ്സാൽ വീര്യം നശിപ്പിക്കപ്പെട്ടവനായി സ്തംഭിച്ചവനായി ചെന്താർ നേത്രനായ ശ്രീരാമനോടായി മെല്ലെ മെല്ലെ ഉത്തരം പറഞ്ഞു. ആശ്ചര്യം! മഹാബാഹുവായുള്ളവേ, ദശരഥപുത്ര, ഹേ രാമ, ഞാൻ പറയുന്ന വാക്കിനെ ചെവിക്കൊണ്ടാലും എന്നെ കാത്തു രക്ഷിച്ചാലും. പണ്ട് രാജസൂയയാഗം നടന്നപ്പോൾ എന്നാൽ ഭൂലോകം കശ്യപമുനിക്കായി കൊടുക്കപ്പെട്ടു. പണ്ട് ഇത് നടന്ന സമയം കശ്യപമുനി എൻ്റെ രാജ്യത്തിൽ വസിപ്പാൻ പാടില്ല എന്ന് പറഞ്ഞു. കാകുസ്ഥ, എന്നാൽ പ്രതിജ്ഞ ചെയ്യപ്പെട്ടു. ഭൂമി കശ്യപമുനിവശം ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഞാൻ ഗുരുവായ കശ്യപമുനിയുടെ ആജ്ഞയെ പരിപാലിക്കുന്നവനായി തന്നെ ഭൂമിയിൽ രാത്രി സമയം തങ്ങാറില്ല തന്നെ. ഹേ വീര ശ്രീരാഘവ, അതിനാൽ ഈ എൻ്റെ സ്വതന്ത്രമായ ഗമനത്തെ ഇല്ലാതാക്കാതിരുന്നാലും പർവ്വതശ്രേഷ്ഠനായ മഹേന്ദ്രഗിരിയിലേക്ക് മനോവേഗത്തോടെ ഞാൻ പോയിക്കളയാം. ഹേ രാമ, എന്നാൽ തപോമഹിമയാൽ കിടയറ്റ പുണ്യലോകങ്ങൾ ആർജിക്കപ്പെട്ടു. ഇപ്പോൾ അവയെ ഈ ഉത്തമ ബാണത്താൽ നിന്തിരുവടിക്ക് അധീനങ്ങളാക്കിയാലും കാലതാമസം വേണ്ട. ഹേ ജഗദേക വീര, ഈ വില്ലിനെ കുലച്ച കാരണത്താൽ നിന്തിരുവടിയെ ദേവോത്തമനും പരമാത്മാവും ആയ മധുവൈരി എന്ന് ഞാൻ അറിയുന്നു. നിന്തിരുവടിക്ക് സർവമംഗളം ഭവിക്കട്ടെ. ഈ ദേവഗണങ്ങൾ എല്ലാം ഒന്നിച്ചുകൂടിയവരായി പോരിൽ എതിരില്ലാത്തവനും ആരാലും ചെയ്യുവാൻ സാധിക്കാത്ത പ്രവൃത്തിയോട് കൂടിയവനുമായ നിന്തിരുവടിയെ സന്ദർശിച്ചും കൊണ്ടിരിക്കുന്നു. നചേയം മമ കാകുസ്ഥ വ്രീഡാ ഭവിതുമർഹതി ത്വയാ ത്രൈലോക്യനാഥേന യദഹം വിമുഖീകൃതഃ ശരമപ്രതിമം രാമ മോക്തുമർഹസി സുവ്രത ശരമോക്ഷേ ഗമിഷ്യാമി മഹേന്ദ്രം പർവതോത്തമം തഥാ ബ്രൂവതി രാമേ തു ജാമദഗ്നേ പ്രതാപവാൻ രാമോ ദാശരഥി ശ്രീമാൻ ചിക്ഷേപശരമുത്തമം സഹദാൻ ദൃശ്യരാമേണ സ്വാൻ ലോകാം സ്തപസാർജിതാൻ ജാമദഗ്നോ ജഗാമാശു മഹേന്ദ്രം പർവതോത്തമം തദോ വിധിമിരാ സർവാ ദിശശ്ചോപദിശസ്തഥാ സുരാസർഷിഗണാ രാമം പ്രശശംസുരുദായുധം രാമം ദാശരഥിം രാമോ ജാമദഗ്നഃ പ്രശസ്യ ച തതഃ പ്രദക്ഷിണം കൃത്വാ ജഗാമാത്മഗതിം പ്രഭു. ഹേ കാകുസ്ഥ, ഞാൻ ത്രൈലോക്യനാഥനായ നിന്തിരുവടിയാലാണല്ലോ ജയിക്കപ്പെട്ടത് എന്നതിനാൽ ഇതും ഈ അപജയവും എനിക്ക് അവമാനകരമായി തീരുവാൻ ന്യായമില്ല.
അല്ലയോ സദ്വൃതനായ ഹേ രാമ, തുല്യമറ്റ ബാണത്തെ പ്രയോഗിപ്പാൻ തിരുവുള്ളമുണ്ടാകേണം. ബാണം വിട്ട ഉടനെ ശ്രേഷ്ഠപർവ്വതമായ മഹേന്ദ്രഗിരിയിലേക്ക് ഞാൻ പൊയ്ക്കളയാം. ജമദഗ്നിസുതനായ പരശുരാമൻ അപ്രകാരം ഉര ചെയ്താറെ പ്രഭാവശാലിയും ശ്രീമാനും ദശരഥാത്മജനും ആയ ശ്രീരാമൻ ആ സമയം ആ ദിവ്യമായ ശരത്തെ പ്രയോഗിച്ചു. ആ ജമദഗ്നിപുത്രൻ തപോവൈഭവത്താൽ സമ്പാദിക്കപ്പെട്ടവയും തനിക്ക് സ്വന്തമായിരുന്നവയും ആയ ലോകങ്ങളെ ശ്രീരാമനാൽ തനിക്കില്ലാതാക്കപ്പെട്ടവയായി കണ്ട് തൽക്ഷണം തന്നെ പർവ്വതമുഖ്യനായ മഹേന്ദ്രഗിരിയിലേക്ക് പുറപ്പെട്ടു ചെന്നു. ആ സമയം ദിക്കുകൾ ആസകലവും അവണ്ണം തന്നെ വിദിക്കുകൾ മുഴുവനും ഇരുൾ നീങ്ങിത്തെളിഞ്ഞു. ഋഷിഗണങ്ങളോട് കൂടിയ ദേവന്മാർ വില്ലിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് തന്നെ നിന്നിരുന്ന ശ്രീരാമനെ പുകഴ്ത്തി. ജമദഗ്നിപുത്രനും മഹാനും ആയ പരശുരാമൻ ദശരഥപുത്രനായ ശ്രീരാമനെ ആ സമയം പുകഴ്ന്ന് പ്രദക്ഷിണവും ചെയ്ത് തൻ്റെ ഇരിപ്പിടമായ മഹേന്ദ്രപർവ്വതത്തിലേക്ക് എഴുന്നള്ളി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ ഷഡ് സപ്തതിതമ സർഗ 76-ാം സർഗം സമാപ്തം. ഇനി സപ്തതിതമ സർഗ 77-ാം സർഗം. അയോധ്യ പ്രത്യാഗമനം. അയോധ്യ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്നത്. ഗതേ രാമേ പ്രശാന്താത്മാ രാമോ ദാശരഥർധനു വരുണായ പ്രമേയായ ദദൗ ഹസ്തേ മഹായശാഃ. അഭിവാദ്യ തതോ രാമോ വസിഷ്ഠപ്രമുഖാൻ ഋഷീൻ പിതരം വിഹ്വലം ദൃഷ്ട്വാ പ്രോവാച രഘുനന്ദനഃ പ്രണയൻ മനസോ വൃത്തിം വിദുസ പരമാത്മവാൻ. രാമദഗ്നോ ഗതോ രാമ പ്രയാതു ചതുരംഗിണീ അയോധ്യാഭിമുഖീ സേന ത്വയാ നാഥേന പാലിതാ. സന്ദിശസ്വ മഹാരാജ സേനാം ത്വച്ഛാസനേ സ്ഥിതാം. ശാസനം കാംക്ഷതേ സേനാ ചാതകാളിർജലം യഥാ. രാമസ്യ വചനം ശ്രുത്വാ രാജാ ദശരഥസുതം ബാഹുഭ്യാം സംപരിഷ്വജ്യ മൂർച്ഛുപാഘ്രായ രാഘവം. ഗതോ രാമ ഇതി ശ്രുത്വാ ഹൃഷ്ട സമുദിതോ നൃപ. പുനർജാതം തദാ മേനേ പുത്രമാത്മാനമേവ ച. ചോദയാമാസ താം സേനാം ജഗാമാശു തതഃ പുരീം പതാകാധ്വജിനീം രമ്യാം തൂര്യോത്കുഷ്ടനിനാദിതാം. സിക്തരാജപഥാം രമ്യാം പ്രകീർണകുസുമോത്കരാം. രാജപ്രവേശസുമുഖൈഃ പൗരൈർമംഗളവാദിഭിഃ സമ്പൂർണാം പ്രാവിശദ്രാജാ ജനൗഖൈഃ സമലങ്കൃതാം. പൗര്യൈഃ പ്രത്യുദ്ഗതോ ദൂരം ദ്വിജൈശ്ച പുരവാസിഭിഃ പുത്രൈരനുഗത ശ്രീമാൻ ശ്രീമദ്ഭിശ്ച മഹായശാഃ. പ്രവിവേശ ഗൃഹം രാജാ ഹിമവത്സദൃശം പ്രിയം നനന്ദ സജനോ രാജാ ഗൃഹേ കാമൈഃ സുപൂജിതഃ. പരശുരാമൻ പോയ ശേഷം ദശരഥസുതനും മഹാകീർത്തിമാനും ആയ ശ്രീരാമൻ കോപം ശമിച്ചവനായി വില്ലിനെ ആർക്കും കാണുവാൻ കഴിയാതിരുന്നവനായ വരുണ ഭഗവാൻ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. ആ അതിസൂക്ഷ്മബുദ്ധിയാർന്ന രഘുകുല ജാതനായ ശ്രീരാമൻ പിതാവിൻ്റെ മനസ്സിൻ്റെ താൽക്കാലികാവസ്ഥയെ കണ്ടുകൊണ്ട് ആ സമയം വസിഷ്ഠമാമുനി മുതലായ ഋഷിമാരെ നമസ്കരിച്ച് ദുഃഖിച്ചിരുന്നിരുന്ന പിതാവിനെ കണ്ട് ഇപ്രകാരം അറിയിച്ചു. ഭാർഗവരാമൻ പൊയ്ക്കഴിഞ്ഞു. നാഥനായ നിന്തിരുവടിയാൽ രക്ഷിക്കപ്പെട്ട ചതുരംഗ സൈന്യം അയോധ്യയെ നോക്കി യാത്രയാകട്ടെ. മഹാരാജാവേ, ചാതകഗണം മേഘജലത്തിന് എന്ന പോലെ സൈന്യം ആജ്ഞയെ കാത്തുകൊണ്ടിരിക്കുന്നു. നിന്തിരുവടിയുടെ ആജ്ഞയ്ക്ക് അധീനയായ ഈ സേനയെ ആജ്ഞാപിച്ചാലും. ദശരഥ മഹാരാജാവ് ശ്രീരാമൻ്റെ മൊഴി കേട്ട് കുമാരനായ രാഘവനെ ഇരുകൈകളാലും കെട്ടിക്കൊണ്ട് ആലിംഗനം ചെയ്ത് ശിരസിൽ മുകർന്ന് അരജൻ പരശുരാമൻ പോയിക്കഴിഞ്ഞു എന്നിങ്ങനെ കേട്ട് പുളകം പൂണ്ടവനായി ഉള്ളം കുളിർത്തവനായി ആ സമയം തന്നെ രണ്ടാമത് ജനിച്ചവനായും പുത്രനെയും അപ്രകാരം രണ്ടാമത് പിറന്നവനായും നനച്ചു. അരജൻ ആ സൈന്യത്തെ യാത്രയാകാൻ കൽപ്പിച്ചു. തൽക്ഷണം തന്നെ താനും പുറപ്പെട്ടു. അനന്തരം ചെറുപതാകകളാലും വലുതായ കൊടിക്കൂറകളാലും അലങ്കരിക്കപ്പെട്ടതും അഴകാർന്നതും മംഗളവാദ്യഘോഷങ്ങളാൽ മുഴക്കമാർന്നതും വെള്ളം തളിച്ച രാജവീഥികളാർന്നതും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതും തൂകപ്പെട്ട പുഷ്പങ്ങൾ നിറഞ്ഞതും രാജാവിൻ്റെ എഴുന്നള്ളത്താൽ പ്രസന്നമായ മുഖത്തോടു കൂടിയവരായി ആശീർവചനങ്ങളോട് ഓതുന്നവരായ നഗരജനങ്ങളാൽ നിറയപ്പെട്ടതും ജനതതികളാൽ ഭംഗിയായി
നിന്ന് അലങ്കരിക്കപ്പെട്ടതും ആയ പട്ടണത്തിൽ പ്രവേശിച്ചു. നഗരജനങ്ങളാലും നഗരവാസികളായ ബ്രാഹ്മണരാലും വളരെ ദൂരത്തിൽ നിന്നു തന്നെ എതിരേൽക്കപ്പെട്ടവനും ശ്രീമാന്മാരായ പുത്രന്മാരാൽ അനുഗമിക്കപ്പെട്ടവനും ശ്രീമാനുമായ മഹാരാജാവ് രമ്യവും ഹിമാലയ സദൃശവുമായ കോവിലകത്തിൽ പ്രവേശിച്ചു. മഹാരാജാവ് അരമനയിൽ സർവാഭീഷ്ടങ്ങളും തികഞ്ഞവനായി പുത്രമിത്ര കളത്രാദികളോട് കൂടിയവനായി സുഖിച്ചു വാണു. കൗസല്യാച സുമിത്രാച കൈകേയീ ച സുമധ്യമാ വധൂ പ്രതിഗ്രഹേ യുക്തായാശ്ചാന്യാ രാജയോഷിതഃ രാമം ച ലക്ഷ്മണം ചൈവ ശത്രുഘ്നം ഭരതം തഥാ അർച്ചയൻ മംഗളാശീഭിർമംഗളൈരഭ്യപൂജയൻ ഉപഹാരൈശ്ച സംഹൃഷ്ടാ കുമാരാനഭിപൂജ്യ ച തത സീതാം മഹാഭാഗാം ഊർമിളാം ച യശസ്വിനീം കുശധ്വജസുതേ ചോഭേ ജഗർഹുർനൃപപത്നയഃ മംഗളാലംബനശ്ചൈവ ശോഭിതാഃ ക്ഷൗമവാസസഃ ദേവതായതനാന്യാശു യഥാർഹം പ്രത്യപൂജയൻ അഭിവാദ്യാഭിവാദ്यांശ്ച സർവാ രാജസുതാസ്തദാ സ്വം സംഗൃഹം സമാസാദ്യ കുബേരഭവനോപമം ഗോഭിർധനൈശ്ച ധാന്യൈശ്ച തർപ്പയിത്വാ ദ്വിജോത്തമാൻ രേമിരേ മുദിതാ സർവാ ഭർതൃഭിഃ സഹിതാരഃ കുമാരാശ്ച മഹാത്മാന വീര്യേണ പ്രതിമാ ഭുവി കൃതധാരാകൃതാസ്ത്രാശ്ച സധനാ സുസുഹൃജനാഃ ശുശ്രൂഷമാണാ പിതരം വർത്തയന്തി നരർഷഭാഃ കാലേ കാലേ തു നീതിജ്ഞാസ്തോഷയന്തോ ഗുരും ഗുണൈഃ. കൗസല്യാദേവിയും സുമിത്രാദേവിയും സുന്ദരിയായ കൈകേയീ ദേവിയും മറ്റു സ്ത്രീകൾ അവരും പുത്രന്മാരുടെ ഭാര്യമാരെ സ്വീകരിക്കുന്നതിൽ ആസക്തന്മാരായി ആനന്ദഭരിതന്മാരായി കുമാരന്മാരായ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും കൊണ്ടാടി. ഔവണ്ണം തന്നെ ആലത്യം മുതലായ മംഗളകൃത്യങ്ങളെ കൊണ്ടും ആശീർവചനങ്ങളെ കൊണ്ടും അനുഗ്രഹിച്ചു. ശുഭകരങ്ങളായ വസ്തുക്കളെയും പുഷ്പമാല്യാദികളെയും നൽകി ഉപചരിച്ചു. രാജ്ഞിമാർ അതിൽ പിന്നെ മഹാഭാഗ്യവതിയായ സീതാദേവിയെയും കീർത്തിശാലിയായ ഊർമിളാദേവിയെയും കുശധ്വജ പുത്രിമാരായ മാണ്ഡവി ശ്രുതകീർത്തി ഇരുവരെയും അന്തഃപുരത്തിൽ പ്രവേശിപ്പിച്ചു. വെൺപട്ടുടുത്തവരായി മംഗളകരമായ ചിഹ്നങ്ങളോടും കൂടി വിളങ്ങുന്നവരായി ദേവാലയ സന്നിധികളിൽ ഉടനെ വേണ്ടത്തക്ക പൂജകളെ ചെയ്തു. അപ്പോൾ രാജകുമാരിമാർ എല്ലാവരും ബ്രാഹ്മണോത്തമന്മാരെ പശുക്കളെ കൊണ്ടും ധനങ്ങളെ കൊണ്ടും ധാന്യങ്ങളെ കൊണ്ടും തൃപ്തിപ്പെടുത്തിയ ശേഷം എല്ലാവരും ഭർത്താക്കന്മാരോടും ഒന്നിച്ചു തന്നെ വന്ദിക്കേണ്ടവരെ എല്ലാം വന്ദനം ചെയ്ത് സന്തോഷം പൂണ്ടവരായി കുബേരൻ്റെ മാളികയൊത്ത തങ്ങളുടെ ഭവനങ്ങളിൽ പൊക്ക് ഏകാന്തത്തിൽ രമിച്ചിരുന്നു. ലോകത്തിൽ നരശ്രേഷ്ഠന്മാരും മഹാത്മാക്കളും ആയ ആ കുമാരന്മാർ വീര്യം കൊണ്ട് കിടയറ്റവരായും വിവാഹിതരായും ദിവ്യാസ്ത്രങ്ങൾ ലഭിച്ചവരായും സകലവിധ ഐശ്വര്യങ്ങളാർന്നവരായും നല്ല മിത്രങ്ങളാർന്നവരായും സകല നീതികളും അറിഞ്ഞവരായും ഗുരുവിനെ തങ്ങളുടെ സത്പ്രവർത്തികളാൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കുന്നവരായും പിതാവിന് വേണ്ടത്തക്ക ശുശ്രൂഷ ചെയ്യുന്നവരായും സുഖമായി വസിച്ചു വന്നു. കസ്യചിത്വഥ കാലസ്യ രാജാ ദശരഥസുതം അഭിവാദയിതും പ്രാപ്തം ശ്യാമം കമലലോചനം അക്ലിഷ്ടകാരിണം ശൂരം പരസൈന്യവിമർദ്ദനം വിനയം ദേഹയോഗേന സംപ്രാപ്തമിവ സംസ്ഥിതം ഭരതം കൈകയീപുത്രമബ്രവീദ്രഘുസത്തമഃ അയം കേകയരാജസ്യ പുത്രോ വസതി പുത്രകത്വാം നേതുമാഗതോ വീര യുധാജിന്മാതുലസ്തവ പ്രാർത്ഥിതസ്തേന ധർമ്മജ്ഞ മിഥിലായാമഹം തദാ ഋഷിമധ്യേതു തസ്യ ത്വം പ്രീതിം കർത്തുമിഹാർഹസി. ശ്രുത്വാ ദശരഥസ്യ തദ്ഭരത കൈകയീസുത അഭിവാദ്യ ഗുരും രാമം പരിഷ്വജ്യ ച ലക്ഷ്മണം ഗമനായാഭിചക്രാമ ശത്രുഘ്നസഹിതസ്തദാ ആപൃച്ഛ പിതരം ശൂരോ രാമം ചാക്ലിഷ്ടകാരിണം മാതൃശ്ചാപി നരശ്രേഷ്ഠ ശത്രുഘ്നസഹിതോ യയൗ യുധാജിത് പ്രാപ്യ ഭരതം സ ശത്രുഘ്നം പ്രഹർഷിത സ്വപുരം പ്രാപിശദ്വീര
പിതാ തസ്യ തുതോഷഃ ഗതേ ച ഭരതേ രാമോ ലക്ഷ്മണശ്ച മഹാരഥ പിതരം ദേവസങ്കാശം പൂജയാമാസ ദുസ്തദാ. പിന്നെ ചില നാൾക്കു ശേഷം രഘുസത്തമനായ ദശരഥ മഹാരാജാവ് ദേഹം എടുത്തു വന്നിരിക്കുന്ന വിനയമെന്ന പോലെ ഇരിക്കുന്നവനും തന്നെ വന്നിപ്പാൻ വന്നവനും ശ്യാമള നിറമാർന്നവനും ചെന്താർ നേത്രനും ദോഷഹീനമായ പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവനും ശത്രു സൈന്യങ്ങളെ നശിപ്പിക്കുന്നവനും ശൂരനും കൈകേയിയുടെ പുത്രനും ആയ ഭരതകുമാരനെ നോക്കി അരുളി ചെയ്തു. മകനെ വീര, നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നിരിക്കുന്നവനായ നിന്റെ അമ്മാവനും കേകേ രാജാവിൻ്റെ പുത്രനും ആയ ഈ യുധാജിത്ത് ഇത്ര നാളായി കാത്തുകൊണ്ടിരിക്കുന്നുവല്ലോ. മിഥിലയിൽ ഋഷികളുടെ നടുവിൽ വെച്ച് അന്ന് അദ്ദേഹത്താൽ ഞാൻ പ്രാർത്ഥിക്കപ്പെട്ടു. ധർമ്മജ്ഞ, നീ ഇക്കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തെ പൂർത്തിയാക്കേണ്ടതാണ്. കൈകേയി പുത്രനായ ഭരതൻ ദശരഥ മഹാരാജാവിൻ്റെ ഈ വാക്ക് കേട്ട് ആ സമയം പിതാവിനെയും ശ്രീരാമനെയും നമസ്കരിച്ച് ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് ശത്രുഘ്നനോടും കൂടി യാത്രയ്ക്കായി ഒരുങ്ങി. ശൂരനായ നരശ്രേഷ്ഠൻ ഭരതൻ ശത്രുഘ്നസഹിതനായ പിതാവിനോടും നിർദോഷ കർമാവായ ശ്രീരാമനോടും ജനനിമാരോടും യാത്ര പറഞ്ഞ് അനുമതി വാങ്ങിക്കൊണ്ട് പുറപ്പെട്ടു. യുധാജിത്തും ശത്രുഘ്നോടും കൂടെ ഭരതനെ കൂട്ടിക്കൊണ്ട് സന്തോഷമാർന്നവനായി സ്വനഗരത്തിലേക്ക് പോയി ചേർന്നു. അദ്ദേഹത്തിൻ്റെ വീരനായ പിതാവും ഏറ്റവും സന്തോഷിച്ചു. ഭരതൻ പോയ ശേഷം ശ്രീരാമനും മഹാരഥനായ വീരനായ ലക്ഷ്മണനും ദൈവത്തിനൊത്ത പിതാവിനെ അക്കാലം ഉപചരിച്ചുകൊണ്ട് വാണു. പിതുരാജ്ഞാം പുരസ്കൃത്യ പൗരകാര്യാണി സർവശ ചകാര രാമോ ധർമാത്മാ പ്രിയാണി ച ഹിതാനി ച മാതൃഭ്യോ മാതൃകാര്യാണി കൃത്വാ പരമയന്ത്രിത ഗുരുണാം ഗുരുകാര്യാണി കാലേ കാലേന വൈഷദ. ഏവം ദശരഥപ്രീതോ ബ്രാഹ്മണാനൈകമാസ്തഥാ രാമസ്യ ശീലവൃത്തേന സർവേ വിഷയവാസിന തേഷാമതിയശാലോകേ രാമ സത്യപരാക്രമ സ്വയം ഭൂരിവ ഭൂതാനാം ബഭൂവ ഗുണവത്തര. രാമസ്തു സീതയാ സാർത്ഥം വിജഹാര ബഹൂൻ ഋതൂൻ മനസ്വീ തദ്ഗതസ്തസ്യാ നിത്യം ഹൃദി സമർപ്പിത. പ്രിയാ തു സീതാ രാമസ്യ ദാരാ പിതൃകൃതാ യിതി ഗുണാദ്രൂപഗുണാ ചാപി പ്രീതിർഭൂയോഭ്യവർദ്ധത. ഹൃദയം ചൈവ ജാനാതി പ്രീതിയോഗി പരസ്പരം തസ്യാശ്ച ഭർത്താ ദ്വിഗുണം ഹൃദയേ പരിവർത്തതേ അന്തർജാതമഭിവ്യക്തം ആഖ്യാതി ഹൃദയം ഹൃദാ. ധർമാത്മാവായ ശ്രീരാമൻ പിതാവിൻ്റെ ആജ്ഞയെ തെറ്റാതെ അനുസരിച്ചുകൊണ്ട് രാജ്യകാര്യങ്ങളെ എല്ലാ പ്രകാരത്തിലും ആദരവോടെയും ക്ഷേമകരമായി തന്നെയും നടത്തി വന്നു. നീതിക്ക് അത്യന്തം കീഴടങ്ങിയവനായ ശ്രീരാമൻ അതാത് സംയോജിത കാലത്താൽ മാതാക്കൾക്ക് മാതൃശുശ്രൂഷകളെയും ഗുരുവരന്മാർക്ക് ഗുരുശുശ്രൂഷകളെയും ചെയ്തുകൊണ്ട് ജാഗ്രതയോടെ വർത്തിച്ചു. ഇപ്രകാരം ശ്രീരാമൻ്റെ സന്മാർഗവൃത്തിയാൽ ദശരഥ മഹാരാജാവ് ആനന്ദം പൂണ്ടു. ബ്രാഹ്മണർ, നഗരവാസികൾ, ദേശവാസികൾ എല്ലാവരും അപ്രകാരം തന്നെ ആനന്ദം ഉൾക്കൊണ്ടു. പ്രാണിജാലങ്ങൾക്ക് ബ്രഹ്മാവ് എപ്രകാരമോ അപ്രകാരം അതികീർത്തിമാനും സത്യപരാക്രമനുമായ ശ്രീരാമൻ ലോകത്തിൽ അവർക്കെല്ലാം അത്യന്ത ഗുണവാനായി വിളങ്ങി. സുസ്ഥിരചിത്തനായ ശ്രീരാമൻ സീതാദേവിയോടും ഇണങ്ങിയവനായി അവളുടെ ചിത്തത്തിൽ സർവ്വകാലവും കുടികൊണ്ടവനായി അനേകം ഋതുക്കൾ അതാതിനൊത്തവണ്ണം സുഖമായി രമിച്ചു. സീതാദേവി ശ്രീരാമന് തൻ്റെ പിതാവിന് തക്ക ശുശ്രൂഷകൾ ചെയ്യുന്നവളായ പത്നി എന്ന കാരണത്താലും തൻ്റെ പ്രീതിക്ക് തക്ക പാത്രമായവൾ എന്നതിനാലും ഭർത്തൃഭക്തി മുതലായ മനോഗുണത്താലും സൗന്ദര്യാദി രൂപലാവണ്യത്താലും അത്യധികമായ പ്രീതി അവളിൽ വളർന്നു. അന്യോന്യം പ്രീതിയോടെ വർത്തിക്കുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളിലുള്ള മനോഭാവം മുഴുവനും പ്രത്യക്ഷമായി അറിയപ്പെടുന്നു. അവളുടെ ചിത്തത്തിൽ ഭർത്താവ് ഇരട്ടി ഗുണങ്ങളോട് കൂടിയവനായി വിളങ്ങിക്കൊണ്ടിരുന്നു. അന്തരംഗത്തിലുളവായതെന്നിരിക്കലും മനോഭാവത്തെ മനസ്സുകൊണ്ട് സ്പഷ്ടമാവണ്ണം ഗ്രഹിക്കുന്നു. തസ്യ ഭൂയോ വിശേഷേണ മൈഥിലീ ജനകാത്മജാ ദേവതാഭിസമാരൂപേ സീതാ ശ്രീരിവരൂപിണീ തയാ സരാജർഷിസുതോ അഭിരാമയാ സമേയിവാനുത്തമരാജകന്യയാ അതീവ രാമ ശുശുഭേയധികാമയാ വിഭു ശ്രിയാ വിഷ്ണുരിവാമരേശ്വര.
വടിവ് കൈക്കൊണ്ട മഹാലക്ഷ്മിയായി അഴകിൽ ദേവസ്ത്രീകളോട് തുല്യായി മിഥിലയിൽ പിറന്നവളായ ജനകപുത്രിയായ സീതാദേവി ശ്രീരാമന് അതിലുമധികം വിശേഷമായി വിളങ്ങിക്കൊണ്ടിരുന്നു. രാജർഷിപുത്രനായ ആ ശ്രീരാമൻ അതിമനോഹരിയും അതിപ്രിയമാർന്നവളും ആയ ആ ഉത്തമ രാജപുത്രിയോട് ചേർന്നവനായി ദേവാധിദേവനായി സർവവ്യാപിയായ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊരുമിച്ചെന്ന പോലെ ഉത്കൃഷ്ടമാവണ്ണം വിളങ്ങി. ഇങ്ങനെ ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ സപ്തതിതമ സർഗ 77-ാം സർഗം സമാപ്തം. ഇവിടെ ബാലകാണ്ഡം അവസാനിക്കുന്നു. ബാലകാണ്ഡത്തിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാനാവുന്നത് ഭഗവത്ഗീതയിലെ തത്വങ്ങൾ അത്രയും രൂപഭാവങ്ങൾ പൂണ്ടുവന്ന് നിൽക്കുന്നതായിട്ടാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന തത്വം. അധർമ്മത്തെ നശിപ്പിച്ച് സാധുജന സംരക്ഷണത്തിന് അവതാരമെടുക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ രൂപം തന്നെയാണല്ലോ. ദ്വാപരയുഗത്തിലെ ഭഗവത്ഗീതയ്ക്ക് മുമ്പ് ത്രേതായുഗത്തിലാണ് ഈ വാൽമീകി മഹർഷിയുടെ രാമായണം ഉളവായത്. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ ഓരോ യുഗത്തിലും അവതാരമെടുക്കുന്നുവെന്ന തത്വം ഇവിടെ ശ്രീരാമൻ എന്ന അവതാര പുരുഷനിൽ കൂടി രൂപമെടുക്കുന്നു. കാമത്തിൻ്റെ രൂപം തന്നെയായ താടകയുടെ വധത്തിൽ കൂടി കാമത്തെ മുഴുവനായും നശിപ്പിക്കപ്പെടേണ്ടതാണെന്ന അതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നു. ഭഗവത്ഗീതയിലെ കർമ്മയോഗം തന്നെയാണ് നമ്മൾക്കുള്ളതെല്ലാം ഭഗവാന്റേതാണെന്നും ദാനം നൽകാൻ സ്വന്തമായി നമുക്ക് ഒന്നുമില്ലെന്നുള്ളതും ആ തത്വം മഹാബലിയുടെയും വാമനമൂർത്തിയുടെയും കഥയിൽ കൂടി പ്രകടിതമാകുന്നു. കൗശികനെന്ന രാജാവ് കാമധേനു എന്ന പശുവിനെ ആഗ്രഹിക്കുന്നതിൽ കൂടി കാമക്രോധ ലോഭ മോഹങ്ങൾക്കെല്ലാം അടിപ്പെട്ട് നടത്തുന്ന യാത്ര ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറയുന്ന മോക്ഷത്തിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ യാത്ര തന്നെയായി നമുക്ക് അനുഭവപ്പെടും. മനസ്സിനെ നിയന്ത്രിക്കുന്നത് എത്ര ദുഷ്കരമാണെന്ന അർജുനൻ്റെ ചോദ്യം രൂപമെടുത്ത് വന്നതാണ് കൗശിക രാജാവ് എന്ന് തന്നെ തോന്നും. കഠിനമായ അനേകം പരീക്ഷണ ഘട്ടങ്ങൾ കടന്ന് തീവ്രമായ തപസ്സിലൂടെയാണ് അദ്ദേഹം വിശ്വാമിത്ര മഹർഷി ആവുന്നത്, ബ്രഹ്മർഷി ആവുന്നത്. അധർമ്മത്തെ വേരോടെ നശിപ്പിച്ച ധർമ്മത്തെ രക്ഷിക്കുന്നതിന് അവതാരമെടുത്തു വന്ന രാമചന്ദ്രനെ, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ, ആ നിയുക്ത കർമ്മത്തിന് ഉപകരിക്കുന്ന അറിവുകളെല്ലാം വിശ്വാമിത്ര മഹർഷി പകർന്നു നൽകുന്ന രംഗമാണ് ഈ ബാലകാണ്ഡം. വിശ്വത്തിൻ്റെ മിത്രമായ മഹർഷി രാമലക്ഷ്മണ കുമാരന്മാരെ തൻ്റെ കൂടെ കൊണ്ടു നടന്ന വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ച് പ്രദാനം ചെയ്യുന്നു. ഭൂമിയിൽ സാഗരത്തിൻ്റെ, മരുത്തുക്കളുടെ, ധാതുക്കളുടെ എല്ലാം ഉത്ഭവത്തെപ്പറ്റി ഇവയെല്ലാം പറ്റിയുമുള്ള വിശദമായ അറിവുകൾ പകർന്നു നൽകുന്നു. രാമൻ്റെ തന്നെ പരമ്പരയിലെ രാജാക്കന്മാരെ എല്ലാം പരിചയപ്പെടുത്തുന്നു. അവരെ പറ്റിയുള്ള എല്ലാ അറിവുകളും നൽകുന്നു. ആ കുമാരന്മാരെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വനവാസത്തെ പരിചയപ്പെടുത്തുന്നു. രാക്ഷസവർഗത്തെ പരിചയപ്പെടുത്തി അവരെ നേരിടാനുള്ള മാർഗങ്ങളെല്ലാം വിശകലനം ചെയ്യുന്നു. നേരിടാനുള്ള ആയുധങ്ങളും നൽകുന്നുണ്ട്. അവസാനം ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ ജനകപുത്രിയെ സഹചാരിണിയാക്കി നൽകി മഹർഷി രംഗത്ത് നിന്നും നിഷ്ക്രമിക്കുന്നു. ഈ ഒരു ഗുരുകൃപയാണ് ശ്രീരാമൻ്റെ ഭാവി പ്രവർത്തനമുള്ള ആധാരമായി വർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത കാണ്ഡം അയോധ്യാകാണ്ഡത്തിലേക്കാണ് അടുത്ത ദിവസം തുടങ്ങുന്നത്. നമസ്തേ, നന്ദി.